ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഷവർമ കേക്കിൻ്റെ റെസിപ്പിയുമായാണ്. ഷവർമ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഷവർമൻ്റെ അതേ ടേസ്റ്റിലും രുചിയിലും ഒരു സൂപ്പർ ഷവർമ തയ്യാറാക്കാം. ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റും. ഇഫ്താറിൻ്റെ സമയത്തും അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് ഈസിയായി റെഡിയാക്കാം. ഇഷ്ടമാവുമെന്ന് കരുതുന്നു, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു തക്കാളി ചെറുതായിട്ട് വെള്ളവും കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള കൊത്തിയരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, പിന്നെ ഒരു കപ്പോളം ക്യാബേജ് കൊത്തിയരിഞ്ഞിട്ടുണ്ട്. കുക്കുംബറൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും എടുക്കാം. ഇനി നമുക്ക് ഷവർമൻ്റെ മിക്സ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഷവർമൻ്റെ മിക്സ് റെഡിയാക്കാൻ വേണ്ടി ഞാനിപ്പോൾ 200 ഗ്രാം ചിക്കനാണ് ഇതിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ബോൺലെസ് ചിക്കനാണ്. അത് കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണിത്. അതിനുശേഷം നമ്മളൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് സവാള ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ എല്ലാം ചെറുതായിട്ട് അരിയണം കേട്ടോ. വെള്ളവും കുരുവും കളഞ്ഞിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ ചിക്കനും വെജിറ്റബിളും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആയിട്ട് വരണം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗാർലിക് സോസാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ടേസ്റ്റിലും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഏകദേശം 2-3 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുക. നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഫസ്റ്റിൽ തന്നെ കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ആദ്യം 3-4 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷവർമൻ്റെ മിക്സ് ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. എല്ലാം കൂടി നല്ലവണ്ണം തന്നെ മിക്സായി വരുമ്പോൾ ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പോളം പാല് കൂടി ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു പാനിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കുഴിയുള്ള പാൻ വേണമെങ്കിൽ അതും എടുക്കാം. ഇനി ആദ്യം തന്നെ ഈ ഒരു പാനിലോട്ടേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടേക്കും നമ്മൾ എടുക്കുന്ന പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന പാനിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ ബ്രെഡ് എടുക്കാം. അതിലോട്ടേക്ക് നമ്മുടെ ഒരു മുട്ടൻ്റെ മിക്സിലോട്ടേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ കവർ ചെയ്തതിന് ശേഷം നമുക്കൊരു പാനിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാനിൻ്റെ ആ അളവിൽ നമ്മൾ മൊത്തത്തിലൊന്ന് ഈ ഒരു ബ്രെഡ് നമ്മളൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ അടുപ്പിച്ചിട്ട് തന്നെ ബ്രെഡ് വെക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അധികം അകലത്തിൽ വെക്കരുത്, അടുക്കടുക്ക് വെക്കണം. അപ്പോൾ ഓരോന്നും നല്ല മുട്ടയിൽ നല്ലവണ്ണം തന്നെ ഡിപ്പ് ചെയ്തിട്ട് വെക്കാം. പിന്നെ നമ്മളിപ്പോൾ 4 വെച്ചിട്ടുണ്ട്. ഇനി ഈ 4 ഭാഗത്തുള്ള സൈഡ് ഭാഗം ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ മുക്കിയ ശേഷം എല്ലാ ഭാഗവും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മളെ പാനിൻ്റെ അതേ അളവിൽ വേണം കേട്ടോ, അതേ ഷേപ്പിൽ വേണം നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിതെല്ലാം തന്നെ ഇതൊന്ന് ഈ ഒരു പാനിൻ്റെ അളവിൽ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് എല്ലാം തന്നെ എൻ്റെ പാനിൻ്റെ അതേ അളവിൽ ഞാനിപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ എല്ലാം തന്നെ ഫില്ല് ചെയ്ത് വരണം. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടേക്ക് ബാക്കിയുള്ള കുറച്ച് ഗാർലിക് സോസും കൂടി ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ നമ്മളിതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ. ഇനി ഇതിലേക്ക് നമ്മുടെ ഷവർമൻ്റെ മിക്സ് ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു പാനിലേക്ക് കവർ ചെയ്യുന്ന നിലത്തിൽ തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഫില്ലിങ് കുറച്ച് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കട്ടെ. അപ്പം എല്ലാം തന്നെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബ്രെഡ് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുക. മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം കവർ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ തന്നെ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന മുട്ടയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ സ്റ്റൗവിലേക്ക് ഇത് മാറ്റിയിട്ടില്ല, ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. 15 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം.
കണ്ടില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി വേറൊരു പാനിലോട്ടേക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വേറൊരു പാനിലോട്ടൊക്കെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഏകദേശം ഒരു 2-3 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് ശേഷം നമ്മുടെ ഷവർമ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല മൊഞ്ചുള്ള നമ്മുടെ ഷവർമ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല മൊഞ്ചില്ലേ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഷവർമ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഷവർമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ഷവർമ കേക്ക് ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നല്ല യമ്മി ക്രീമി ആയിട്ടുള്ള നല്ല അടിപൊളി ഫില്ലിംഗ് ആണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.